നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശിസഞ്ചാരം അവലംബിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നേടുന്നതിന് വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരുന്നു. പലപ്പോഴും ശ്രദ്ധ പഠനത്തിൽ നിന്ന് മാറുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പാഠങ്ങളിലും ലക്ഷ്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം നേടുവാൻ സാധിക്കുന്നു. മത്സര പരീക്ഷകളിൽ, ഇൻ്റർവ്യൂകളിൽ വിജയസാധ്യത കാണുന്നു. ഇനി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം തന്നെ ജോലി ലഭിക്കുന്നതിനുള്ള സൂചനകളുമുണ്ട്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഉപരിപഠനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനും മികച്ച സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. വിദേശത്ത് ഉപരിപഠനം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ സമയമാണിത്. വിവിധ വകുപ്പുകളിൽ ഗവൺമെൻറ് ജോലിക്കായി PSC, സിവിൽ സർവീസ്, മറ്റു UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ വളരെയധികം മികച്ച സമയമാണെന്ന് പറയാവുന്നതാണ്. കൂടാതെ പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട അഡ്മിഷനും മറ്റും നടത്തുവാനുള്ള അനുകൂല സമയമാണിത്. ദിവസ ജോലിക്കാർ, കരാർ ജോലിക്കാർ, സ്വയം തൊഴിൽ, പ്രൈവറ്റ് ജോലിക്കാർ തുടങ്ങിയവർക്കാണെങ്കിൽ ജൂൺ മാസത്തിൽ ആരംഭത്തിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ജൂൺ 10 കൂടി തന്നെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള പുരോഗതി, കുടുംബസൗഖ്യം എന്നിവ കാണുന്നു. സർക്കാർ ജോലിക്കാർക്കാണെങ്കിൽ അമിത ജോലിഭാരം, അലച്ചിൽ, മാനസിക ബുദ്ധിമുട്ടുകൾ, സമ്മർദ്ദങ്ങൾ എന്നിവ കാണുന്നതുകൊണ്ട് വളരെ സംയമനത്തോടെ തന്നെ നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാവേണ്ടതുണ്ട്. നിങ്ങളുടെ ജോലിയിലുള്ള ശ്രദ്ധയിലൂടെ മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും സഹകരണവും നേടാവുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുമായി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ഥലം മാറ്റത്തിനും പ്രൊമോഷനും വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമായ സമയമാണ്. കച്ചവട, വ്യവസായ, വാണിജ്യ, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ബിസിനസ് ബന്ധപ്പെട്ട കർമ്മരംഗങ്ങളിലുള്ളവർ നിങ്ങൾക്ക് ജൂൺ മാസം ആദ്യ പകുതി വരെ തന്നെ വളരെ അനുയോജ്യമായ സമയമാണെങ്കിലും പിന്നീട് വന്നേക്കാവുന്ന സർക്കാർ നിയന്ത്രണങ്ങളിലൂടെ കുറച്ച് വിഷമതകൾ നേരിടേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുവാനും മറ്റു സ്ഥലങ്ങളിലോ രാജ്യങ്ങളിലോ പുതിയ ഓഫീസുകൾ, വെയർഹൗസുകൾ എന്നിവ ആരംഭിക്കുവാനുമുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ സർക്കാർ തലത്തിൽ നിങ്ങൾക്കുള്ള അംഗീകാരം, പ്രശംസ എന്നിവയും അനുഭവയോഗ്യമാവുന്നതാണ്. വീട്ടമ്മമാർക്ക് തങ്ങളുടെ കുടുംബത്തിൽ തന്നെ സമയം ചെലവഴിച്ചുകൊണ്ടുള്ള ഗാർഹിക, സ്വയം തൊഴിൽ, ബിസിനസ് തുടങ്ങിയവയും പരീക്ഷിക്കുവാനും ആരംഭിക്കുവാനുമുള്ള അനുയോജ്യ സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചോർത്തുള്ള ആദി കുറയുന്നതായി കാണുന്നു. ദാമ്പത്യ സൗഖ്യം, സമാധാനം എന്നിവയും പ്രാപ്തം തന്നെയാണ്. ജൂൺ മാസത്തിൽ നിങ്ങളുടെ ഗൃഹസംബന്ധമായ ചില മരാമത്ത് ജോലികൾ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അടുക്കള സംബന്ധമായ ചില അഴിച്ചുപണികൾ ആവശ്യമാണെന്ന് കാണുന്നു. ഗൃഹത്തിലെ മുതിർന്ന പൗരന്മാർ, വയോജനങ്ങൾ എന്നിവർക്ക് പൊതുവെ സൗഖ്യവും സ്വസ്ഥതയും കാണുന്നുണ്ട്. വാദം, രക്തസംബന്ധമായതോ കഫസംബന്ധമായതോ ആയ അസുഖങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്. ജീവിതശൈലീ രോഗങ്ങളുള്ള കിടപ്പു രോഗികൾക്ക് കുറച്ച് ആശ്വാസം തോന്നുന്ന സമയമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുവെ മികച്ച സമയം തന്നെയാണ് ജൂൺ മാസം പ്രദാനം ചെയ്യുന്നത്. അധ്യാപനം, ബാങ്കിംഗ്, ഓഹരി, പണമിടപാടുമായി ബന്ധപ്പെട്ട കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ സമാധാനപരമായ മാസമാണെന്ന് കാണുന്നു. ജോലി സംബന്ധമായോ കർമ്മമണ്ഡലമായി ബന്ധപ്പെട്ടതോ ഉള്ള യാത്രകൾ ചെയ്യേണ്ടി വരുന്നതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് അഭിലഷണീയം. അശ്രദ്ധമായ ജീവിതചര്യകൾ നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണകാര്യങ്ങളിലും വ്യായാമകാര്യങ്ങളിലും അടക്കം നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ടെലികമ്മ്യൂണിക്കേഷൻസ്, വർക്ക്ഷോപ്പ്, റിപ്പയറിംഗ്, സർവീസിംഗ്, കൺസ്ട്രക്ഷൻ മേഖലകൾ,
ക്വാറി, ഖനനം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജൂൺ മാസം വളരെ നല്ല സാമ്പത്തിക പുരോഗതി നേടിത്തരുന്നു. പുതിയ കരാർ ജോലികൾ, പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതായാണ് കാണുന്നത്. മുൻപ് പൂർത്തിയാക്കിയ ജോലികളിൽ കൂടെ ലഭിക്കുന്ന പുതിയ ബിസിനസ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത തരത്തിലുള്ള അസൈൻമെൻറ്റുകളും പ്രോജക്റ്റുകളും നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ് കർമ്മമണ്ഡലങ്ങളിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി അഡ്മിനിസ്ട്രേഷൻ, പോലീസ്, പ്രതിരോധ രംഗത്തുള്ളവർ എന്നിവർക്ക് ജൂൺ 14 വരെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. പാദസംബന്ധമായ ചെറിയ അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ ആരോഗ്യകാര്യങ്ങൾ അതീവ ശ്രദ്ധ വേണ്ടുന്നതാണ്. ശമ്പള വർധനവ്, ഇൻക്രിമെൻറ്റുകൾ, വായ്പ തുടങ്ങിയവ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണിത്. എന്നാൽ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങൾ വന്നേക്കാമെന്നതിനാൽ മറ്റുള്ളവരുമായി ഇടപെടുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം. വിദേശത്തേക്ക് ജോലിക്കോ ബിസിനസ് തുടങ്ങിയവയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വളരെയധികം വിജയസാധ്യതയാണ് തുറക്കുന്നത്. തൊഴിൽ, ബിസിനസ് എന്നിവയിലുള്ള വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനോടുകൂടിയ സ്ഥലം മാറ്റം, ഓഫീസ് മാറ്റം, കുറച്ചുകൂടി ഉത്തരവാദിത്തവും അധികാരവും ഉള്ള ജോലി എന്നിവ പ്രാപ്തമാണ്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തെ കൂടി വിദേശത്തേക്ക് കൊണ്ടുപോയി ഒരുമിച്ച് താമസിക്കുവാനുള്ള ഭാഗ്യാവസരങ്ങൾ കൂടി വരുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കുവാൻ മികച്ച സമയമാണ്. ഗൃഹത്തിൽ സന്താനങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക് ചെറിയ തോതിലുള്ള അസുഖങ്ങൾ, അരിഷ്ടതകൾ എന്നിവ കാണുന്നു. അതിനാൽ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും. മാതൃപിതൃ സഹോദര സ്ഥാനീയർക്ക് ജോലി നേട്ടം, ഗുണാനുഭവങ്ങൾ എന്നിവ കാണുന്നു. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വരുന്നതായാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ പങ്കാളിയോടൊത്ത് വളരെയധികം സമയം ചിലവഴിക്കുവാനുള്ള അവസരങ്ങൾ കൈവരികയും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാനും സാധിക്കുന്നു. വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുവാനിടവരുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്ന ജീവിത പങ്കാളിയെ ലഭിക്കുന്നതുവഴി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ജീവിത പങ്കാളിയുടെ സഹകരണവും സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ മനോഹാരിത നേടിത്തരുന്നു. ഇനി ബന്ധുമിത്രാദികളുടെ ഗൃഹങ്ങളിലുള്ള സന്ദർശനം മുഖേന നിങ്ങൾക്ക് അവരുടെ സഹായ സഹകരണങ്ങളും സ്നേഹവും ഉണ്ടാവുകയും അനുകൂല ഭാവം മൂലം വിവിധങ്ങളായ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാവുകയും ചെയ്യുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളുടെയോ അവരുടെ കുടുംബാംഗങ്ങളുടെയോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ജൂൺ മാസം അവസാനത്തോടെ പുതിയതായി ഭൂമി വാങ്ങുകയോ നിലവിലുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണത്തിനോ ഉള്ള സാധ്യത ഉണ്ട്. വാഹനത്തിനാവശ്യമായ വായ്പയ്ക്കുള്ള കാര്യങ്ങൾ അനുകൂലമാവുന്നതായി കാണുന്നു. നിങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ അവകാശപ്പെട്ട പൂർവിക സ്വത്ത് സംബന്ധമായ രേഖകൾ അനുകൂലമാവുകയോ കരഗതമാവുകയോ ചെയ്യുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലായി കാണുന്നതാണ്. കൂടാതെ മതപരമായ ചടങ്ങുകളിൽ സംബന്ധിക്കുവാനുള്ള ഭാഗ്യാവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നു. കല, സാഹിത്യം, സിനിമ എന്നീ മേഖലകളിൽ പുതുതായി പ്രവേശിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണിത്. എന്നാൽ നിലവിൽ ഈ മേഖലകളിലുള്ളവർക്ക് അത്ര സുഖാനുഭവങ്ങൾ യോഗ്യമാവണമെന്നില്ല. എന്നാൽ തന്നെയും ജൂൺ മാസം 18 കഴിഞ്ഞാൽ സ്ഥിതി മെച്ചപ്പെടുന്നതായി കാണുന്നു. ഇനി രാഷ്ട്രീയം, രാജ്യസേവനം നടത്തുന്നവർ, മന്ത്രിമാർ തുടങ്ങിയവർക്ക് അപവാദങ്ങൾ അനാവശ്യമായി കേൾക്കേണ്ടി വരുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലവും അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മൂലവും ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ നിങ്ങളെ തളർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ പൊതുകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാർഷികം, ഓട്ടോമൊബൈൽ, ജലഗതാഗത മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെ സമയമാണിത്. പൊതുവെ നിങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതമാണ് കാണുന്നത്. ജൂൺ മാസത്തിൻ്റെ അവസാനത്തോടെ തന്നെ കുടുംബ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പുതിയ ഉണർവ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി
ജ്യോതിഷം, ആതുര സേവനം, എഞ്ചിനീയർമാർ എന്നിവർക്ക് ജൂൺ മാസം വളരെയധികം മികച്ച ഫലങ്ങൾ പ്രാപ്തമാകുന്നതായി കാണുന്നു. തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരുന്നു. കൂടാതെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നിങ്ങളുടെ സേവനം മൂലം രാജ്യ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വളരെ സാധ്യത കാണുന്നുണ്ട്. തന്മൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രശംസ മാധ്യമ ശ്രദ്ധ നേടുന്നതുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ അവഗണിക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകേട്ട് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ദോഷം ചെയ്യുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രധാന രേഖകളിൽ ഒപ്പിടുമ്പോൾ കരുതൽ അഭിലഷണീയം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മനസ്സിൽ ഓർക്കുക, എപ്പോഴും ശ്രദ്ധിക്കണം. അതീവ ജാഗ്രത തന്നെ ഈ കാര്യത്തിൽ വേണം. വളർത്തുമൃഗങ്ങൾ, ഉരഗങ്ങൾ, പ്രാണികൾ എന്നിവയിൽ നിന്നുള്ള വിഷബാധയ്ക്കുള്ള സാധ്യത കാണുന്നതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഗുണഫലാർഹമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുള്ള സാമ്പത്തിക നിക്ഷേപങ്ങളും നടത്തുന്നത് ജൂൺ മാസത്തിൽ ഒഴിവാക്കേണ്ടതാണ്. ഇനി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ: വഴിപാടുകൾ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഗുണഫലാർഹമാണ്. കൂടാതെ മാസത്തിൽ ഒരിക്കലെങ്കിലും സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയോ മൃഗങ്ങൾക്ക് അന്നപാനാദികൾ കൊടുക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക: നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.